എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. ഞാനൊരു സംഗീത അധ്യാപികയാണ്. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാമഹേശ്വരത്തിലേക്ക് സ്വാഗതം. സഹസ്രകോടി ജനപാലന സഹസ്രകോടി ജനപാലന സഹസ്രകോടി ജനപാലന സഹസ്രകോടി ജനപാലന സാധു സംരക്ഷണ പാവന സഹസ്ര കോടി ജനപാലന സാധു സംരക്ഷണ പാവന സാധു സംരക്ഷണ പാവന സാധു സംരക്ഷണ പാവന മഹാദേവ ശിവ ശംഭോ ശ്രീ മാരകോടി സുന്ദര പ്രഭോ മഹാദേവ ശിവശംഭോ ശിവശംഭോ. ഹരേ ഗുരുവായൂരപ്പ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇന്ന് ഞാൻ ഹരിനാമ കീർത്തനത്തിലെ 21ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഋഭോഷൻ എന്നു ചിലർ ഭാഷിക്കിലും ചിലർ കളിപ്പാവ എന്ന് പറയുന്നാകിലും മനസ്സിൽ ആവോ നമുക്ക് തിരിയായെന്നുറച്ച് തിരുനാമങ്ങൾ ചൊല്ലുക ഹരി നാരായണായ നമ. അതായത് ഇവിടെ പറയുന്നത്, വിഡ്ഢിയായ മടയനാണിവൻ എന്ന് പറഞ്ഞ് ചിലർ പരിഹസിച്ചാലും വേറെ ചിലർ പാപിയാണെന്ന് നിന്ദിച്ചാലും ഉള്ളിൽ ഒരു കലുഷതയും കൂടാതെ നമുക്കൊരു ദോഷവും വരാനില്ലെന്ന് ഉറച്ച് നാമസ്മരണ കീർത്തനങ്ങൾ തുടരേണ്ടതാണ്. ഇതാണ് ഈ വരികളുടെ അർത്ഥം. ഇവിടെ യഥാർത്ഥ ഭക്തൻ അഭിമാനങ്ങൾക്ക് അപ്പുറം ഉയരേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ചിത്തശുദ്ധി ഉണ്ടാവാനാണ് നമ്മൾ നാമം ജപിക്കുന്നത്, അല്ലേ? ആ നാമം ജപിക്കുന്ന നമ്മൾക്ക് അപമാന ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാമജപത്തിൻ്റെ രീതിയും ഭാവവും എല്ലാം മാറും. നമ്മൾ ആ ചിന്തയിലേക്ക് മനസ്സിനെ വിടുകയാണെങ്കിൽ, അതായത് ഈ പറയുന്ന കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്നത് നമ്മൾ ഈ ഒരു ചെവി കേട്ടിട്ട് മറ്റു ചെവി കൊണ്ട് കളയുക, അല്ലെങ്കിൽ നമ്മുടെ നാമജപ സാധനത്തിന് അത് യാതൊരുവിധ ഗുണവും ചെയ്യില്ല. അപ്പം നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ചിത്തം സദാ ചഞ്ചലമായിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? ഈ മാനാഭിമാന ചിന്ത നമ്മളിൽ ഉണ്ടായത്. ഒരു വ്യക്തിക്ക് മാനാഭിമാന ചിന്ത ഉണ്ടായെന്ന് കരുതിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എന്ത് വേണം? ആരെന്തോ പറയട്ടെ, നമ്മൾ വിഡ്ഢിയാണെന്നോ, അല്ലെങ്കിൽ നമ്മൾ അഹങ്കാരിയാണെന്നോ, അല്ലെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തവനാണെന്നോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അഭിനയിച്ച് നടക്കുന്നവരാണെന്നോ, അല്ലെങ്കിൽ എന്ത് വേണം നമ്മെ പറഞ്ഞോട്ടെ. പക്ഷേ അതൊന്നും നമ്മുടെ നാമജപ സാധനയെ ബാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ചിത്തശുദ്ധി ഇല്ലാണ്ടാവുന്നില്ല. നമ്മൾ അതിനു വേണ്ടി പറയുകയാണ്. നമ്മളിപ്പോൾ ഈ ഭക്തൻ എന്ന് പറയുന്ന ഒരു തസ്തിക എന്ന് പറഞ്ഞാൽ ഭക്തന് ഓരോടും സ്ഥിരമായിട്ട് പറഞ്ഞിട്ടില്ല. അതായത് ഇവിടെ തന്നെ ഇത്ര കാലം ഇരിക്കണം എന്ന് ഒരു നിബന്ധനയും ഭക്തനില്ല. ഭക്തൻ്റെ ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഓരോരോ സ്ഥലങ്ങളിലും എവിടെ പോയാലും നമ്മുടെ നാമസങ്കീർത്തനത്തിനും നാമജപത്തിനും ചിത്തശുദ്ധിക്കും ഒരു ചഞ്ചലതയും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇവിടെ ആചാര്യൻ നമ്മളോട് പറയുന്നത്. പിന്നെ എന്ത് പറഞ്ഞാലും ഇതൊക്കെ പരീക്ഷണങ്ങളാണ്, ഇതൊക്കെ മായയാണ്. അപ്പോൾ ഈ മായയെക്കുറിച്ച് മനസ്സിലാക്കി കഴിയുന്നവർക്ക്, ഇതെല്ലാം അവിദ്യയാണെന്ന് മനസ്സിലാക്കുന്നവർക്ക് ഒരിക്കലും ആരോടും ഒരു പകയും ഒരു വിരോധവും ഉണ്ടാവില്ല. നമ്മളെന്ത് പറഞ്ഞാലും നമ്മൾ സംയമനം പാലിക്കും. നമ്മളെ എന്ത് പറഞ്ഞ് മാറ്റാൻ ശ്രമിച്ചാലും നമ്മൾ സംയമനം പാലിക്കും. അതാണ് ഒരു ഭക്തൻ്റെ ലക്ഷണം. അതിനിവിടെ
ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത 12-ാം അധ്യായത്തിൽ വിവരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് തുല്യനിന്ദാ സ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതക സ്ഥിരമതിർ ഭക്തിമാന്മേ പ്രിയോ നരഹ. ഒന്നുകൂടെ പറയാം. തുല്യനിന്ദാ സ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതക സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഹ. ഉത്തമ ഭക്തൻ നിന്ദയും സ്തുതിയും തുല്യമായി കാണും. കാരണം ഇവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല എന്ന് നമ്മൾ പഠിച്ചു കഴിയാണ്. ഇവിടുത്തെ പ്രാധാന്യം എന്താണ്? ജീവാത്മാവ് പരമാത്മാവായിട്ട് അറിയുക, അതുമായിട്ട് താതാത്മ്യം ചെയ്യുക, അതിനുവേണ്ടി നാമോപാസന ചെയ്യുക, നാമജപം ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താവണം? ഓരോരോ ഘട്ടങ്ങൾ കടന്ന് പോവേണ്ടവരാണ്. അതുകൊണ്ട് ഒരിടത്ത് നിന്നിട്ട് സ്തുതി കേട്ടിട്ടും അവിടെ നിൽക്കണമെന്നില്ല, നിന്ദ കേട്ടാലും അവിടെ നമ്മൾ നിൽക്കണമെന്നില്ല. അതിലൊന്നും ഒരു കാര്യവുമില്ല. അതിനെയൊക്കെ നമ്മൾ എന്താ എടുക്കണം? തുല്യമായി എടുക്കണമെന്നാണ്. തുല്യ നിന്ദ സ്തുതിർ മൗനി. മനസ്സിലായോ? രണ്ട് കേട്ടാലും മൗനമായി നിൽക്കുക. അവിടെയൊന്നും നമ്മളെ കുറേ ഇകഴ്ത്തിയാലും കുറേ പുകഴ്ത്തിയാലും നമ്മൾ അതിലൊന്നും വീഴാൻ പാടില്ല. പിന്നെ കുറേ നമുക്ക് അറിവുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അതും ഭഗവാന് ഇവിടെ ആവശ്യമുള്ള കാര്യമില്ല. നിഷ്കളങ്ക ഹൃദയമാണ് ഭഗവാൻ ആവശ്യം. നമ്മുടെ ഈ അറിവുകളൊക്കെ എന്തിനാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല. എനിക്കിത് പറയാൻ, എനിക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താവും? എനിക്ക്, ഞാൻ എന്നൊക്കെയുള്ള ആ അഹംഭാവം വളരാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആരുടെ ഇകഴ്ത്തലും കേൾക്കണ്ട, ആരുടെ പുകഴ്ത്തലും നമ്മൾ കേൾക്കണ്ട. നമ്മുടെ നാമജപ സാധനം തുടർന്നുകൊണ്ടേയിരിക്കണം. അതാണ് ഒരു ഉത്തമ ഭക്തന്റെ എന്താണ് ലക്ഷണം എന്നിവിടെ ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്ത് അധികം നാൾ നിൽക്കണ്ട എന്നാണ് അതിലും പറയുന്നുണ്ട്. അതായത് ഭഗവത് ഭക്തി ഒരിക്കലും കുറവില്ലാതെ തുടരണം. ഒരു ഭക്തൻ ബോധപൂർവം ശീലിക്കേണ്ട സഹിഷ്ണുതയാണ്. അതായത് സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് അപവാദമോ ദോഷമോ മോശമോ നമ്മളെ വന്നാൽ നമ്മളതിൽ നമ്മുടെ ഹൃദയത്തെ അതിനോട്ട് ബന്ധിപ്പിക്കരുത്. നമ്മൾക്ക് എവിടെയെങ്കിലും നിൽക്കാൻ സൗകര്യമില്ല എന്ന് കണ്ടാൽ നമ്മുടെ നാമസങ്കീർത്തനത്തെയോ നമ്മുടെ മനസ്സിനെയോ അത് ബാധിക്കും എന്ന് വന്നാൽ നമ്മൾ അവിടെ നിന്നും മാറി നമ്മുടെ നാമജപവും നമ്മുടെ നാമജപ സാധനയും നമ്മൾ എന്തിലേക്ക് പോകണം? ഉയർത്തണം. നമ്മളുടെ ഉദ്ദേശം അതാണ്, അത് മാത്രമാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ ഭഗവാൻ ഓരോ ഈ തുല്യനിന്ദാസ്തുതി മൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതക സ്ഥിരമതിർ ഭക്തിമാന്മേ പ്രിയോ നര. അങ്ങനെയുള്ളവരാണ് ഉത്തമ ഭക്തനെന്നും അവരെയാണ് ഭഗവാന് പ്രിയമെന്നുമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കാവുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോൾ എന്ത് സംഭവങ്ങൾ നടന്നാലും, അതായത് ഒരു സത്സംഗമായാലും ഒരു ക്ലാസ് ആയാലും അല്ലെങ്കിൽ ഒരു എന്ത് വന്നാലും അവിടെയൊക്കെ ഈ മായയുടെ അതിക്രമം കടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെയൊന്നും ആർക്കും അവനവൻ്റെ ജപസാധനയെ വർദ്ധിപ്പിക്കണമെന്നോ അതിൽ കൂടുതൽ പ്രാവീണ്യം നേടി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകണമെന്നില്ല. കാരണം ഓരോരോ സംഘങ്ങളുണ്ടാവും, അവിടെയൊക്കെ മേൽക്കോയ്മകളുണ്ടാകും. മേൽക്കോയ്മകളിൽ എന്തുണ്ടാവും? അടിപിടി ഉണ്ടാവും, മത്സരമുണ്ടാവും, മാത്സര്യം, അഹങ്കാരം കൊണ്ട് മത്സര്യം ഉണ്ടാവും. എനിക്കിന്ന സ്ഥാനം വേണം, എനിക്ക് ആ സ്ഥാനം വേണം, എനിക്ക് ഈ സ്ഥാനം വേണം, സ്ഥാനത്തിന്. അതുകൊണ്ട് നമ്മുടെ ജ്ഞാനപാനയിൽ നമ്മുടെ പൂന്താനം തിരുമേനി പറയുന്നുണ്ട്, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ടു നടക്കുന്നിതു ചിലർ. അവർ ഈ സ്ഥാനമാനത്തിന് ആര് പോകുന്നുണ്ടോ അവർക്ക് അവിടെ ഭക്തി ഉണ്ടാവില്ല, അവിടെ ഭക്തിയെ വളർത്താനും പറ്റില്ല. കാരണം തമ്മിൽ എന്താണ് നമ്മൾ പറയില്ലേ, മതം മത്സരം എന്നുള്ള രണ്ട് സംഭവമാണ് ഈ 6 ആസുരിക സമ്പത്തുകളിൽ ഏറ്റവും വലിയ ഒരു മഹാമാരി. അതെവിടെ പിടിപെടുന്നു അവിടെ ഭക്തിക്ക് സ്ഥാനം ഉണ്ടാവില്ല. അവിടെ മത്സരത്തിനും വാശിക്കും തൻ്റെ മാത്രമുള്ള തൻ്റേതായിട്ടുള്ള തൻ്റെ അധികാരങ്ങളും തൻ്റെ അഭിപ്രായങ്ങളും കേൾക്കുന്നവർക്ക് സ്ഥാനം. അപ്പം നമ്മൾ എന്ത് വേണം? ഇതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയാൽ നമ്മളവിടെ ആരെയും ഒന്നും ഉദ്ധരിക്കാനോ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പോയിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ അവിടുന്ന് നമ്മുടെ ആ സ്ഥാനം, അതുകൊണ്ട് ഈ അപമാനവും ചീത്തയിറച്ചിലും അല്ലെങ്കിൽ നമ്മളെ താരതമ്യം ചെയ്യലൊക്കെ പറഞ്ഞ് കേട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് എന്തുണ്ടാവും? ചാഞ്ചല്യം ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. ആ മനസ്സിന് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, വികാരങ്ങൾക്ക് ചാഞ്ചല്യപ്പെടുത്താൻ കൊടുക്കരുത്. അതാണ് ഉത്തമ ഭക്തൻ്റെ ലക്ഷണമെന്നും അങ്ങനെയുള്ള ഭക്തരാണ് ഭഗവാന് പ്രിയമെന്നും ഇവിടെ പറയുന്നത്. അതായത് നമുക്ക് ഈ മത്സരവും സ്ഥാനവും ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് താനെ നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്യും? അഹങ്കാരം എന്ന മായ ഇനി കയറി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതാണ് ആ ഭഗവാൻ അങ്ങനെ അവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മനസ്സിനെ, ചിത്തത്തെ ശുദ്ധീകരിക്കലാണ് ഒരു ഭക്തൻ്റെ ലക്ഷണം.
ആ ചിത്തം ശുദ്ധീകരിച്ചാൽ മാത്രമേ ചിത്തത്തിനുള്ളിലിരിക്കുന്ന ആ ബോധവസ്തു, അതായത് നമ്മൾ പറയില്ലേ തത്വബോധം, ആ വസ്തു, ആത്മവസ്തു എന്താണ്, വസ്തുബോധം, അത് തെളിയിക്കാനാണ് നമ്മുടെ ശ്രമം. അല്ലാതെ നമ്മളിവിടെ നിന്നുകൊണ്ട് കടിപിടി കൂടാനോ മത്സരിക്കാനോ എനിക്കൊന്ന് പിടിക്കാനോ ഞാൻ എന്ന് പറയാനോ ഒന്നും നമ്മൾക്ക് വഴി വന്നാൽ നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറണം. അതിനുവേണ്ടി അത് കേട്ടുകൊണ്ട് ഇതെല്ലാം സഹിച്ച് അവിടെ നിന്നിട്ട് നമ്മൾ നിൽക്കാൻ നിന്ന് നമ്മുടെ മനസ്സിന് എന്താ മായ പിടിക്കും. അതിൽ നിന്ന് ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, ആർക്കും ഒരു ഉപദ്രവമില്ലാതെ, ആരെയും കുറ്റം പറയാതെ, ആരോടും ഒരു പകയും കാണിക്കാതെ നമ്മൾ നമ്മുടെ വഴിയിലേക്ക് നീങ്ങുക. അതാണ് ഒരു ഭക്തൻ്റെ ലക്ഷണം. അല്ലാതെ അവിടെ കിടന്ന് അടിപിടി കൂടിയിട്ടോ നമ്മുടെ സാധനയെ നമുക്ക് വളർത്താൻ പറ്റില്ല. അങ്ങനെയുള്ള നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. ഈ ആസുരിക സമ്പത്തുകൾ വളർന്നു നിൽക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ദൈവിക സമ്പത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ദയയും ദാക്ഷിണ്യവും സ്നേഹവും കരുണയും വാത്സല്യവും ഈശ്വരഭക്തി, ഈശ്വര സേവയും, വയസ്സായവരെ ബഹുമാനിക്കൽ, നമുക്കൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു ശക്തി, നമുക്കൊരു ഭയമില്ലായ്മ, ഇതൊക്കെ നമുക്ക് ഉണ്ടായി വരണമെങ്കിൽ എന്ത് വേണം? കുറച്ച് നമ്മൾ ഒതുങ്ങേണ്ടി വരും. കാരണം കൂട്ടത്തിൽ കിടക്കുകയാണെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കുറച്ച് സമയങ്ങൾ ഓരോരോ സ്ഥലങ്ങളിൽ നമ്മൾ നിന്നിട്ട് നമ്മുടെ വഴിയിലേക്ക് നമ്മൾ തിരിയണം, മാറ്റമുണ്ടാകണം. അതായത് ഉപാസനയിൽ നമ്മൾ പടിപടിയായി ഉയരണം. ആ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ചില സ്ഥലങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം. അത് ആ സാഹചര്യത്തിനനുസരിച്ച്. അതാണ് ഇവിടെ പറയുന്നത്. ഈശ്വര ചിന്തയിലേക്ക് പോകുന്ന നമുക്ക് ഒരിക്കലും മതവും മത്സരവും പാടില്ല, വാശി പാടില്ല. അപ്പം വാശിയും മതവും മത്സരവും പാടില്ല എന്ന് വെച്ചിട്ട് ഒരു സ്ഥലത്ത് ആ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒഴിയണം. ആർക്കും ഒരു ബാധകവും ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഇവിടെ ഭഗവാൻ ഗീതയിലൂടെ 12-ാം അധ്യായത്തിൽ പറയുന്നത്. ആര് നിന്ദിച്ചാൽ എന്താ, ആര് നമ്മളെ മോശം പറഞ്ഞാൽ എന്താ, ആര് നമ്മളെ എന്ത് രീതിയിൽ നമ്മളെ തരം താഴ്ത്തിയാൽ എന്താ, നമ്മളിതിലൊന്നും വരുന്നില്ല. നമുക്ക് ആ വിധം മായയിലൊന്നും നമ്മൾ പെടുന്നില്ല. നമ്മളതിനു വേണ്ടി നമുക്ക് ഒരേ ചിന്ത മാത്രമേ ഉള്ളൂ. എന്താണ്? ഭക്തി, ഭഗവത് സേവ, നാമസങ്കീർത്തനം. ഇതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാനെ, നമ്മളിലുള്ള ആസുരിക ഭാവങ്ങളെല്ലാം മാറി ഞങ്ങളെ ദൈവിക സമ്പത്ത് നൽകി ഉള്ളിലുള്ള ആ ബോധത്തെ മനസ്സിലാക്കാനും എല്ലാവരെയും ഒരുപോലെ കാണാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഒഴിവായി നമ്മുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടാവാനും അതിനൊക്കെ വേണ്ടിയുള്ള അനുഗ്രഹങ്ങൾ ഭക്തരായ, അത് ആഗ്രഹിക്കുന്ന, ജപസാധന ആഗ്രഹിക്കുന്ന, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കുന്ന അങ്ങനെയുള്ള എല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം കൊടുക്കണമെന്നും അതുവഴി മറ്റുള്ളവർക്ക് അത് കണ്ട് മനസ്സിലാക്കി ആ വ്യത്യാസവും വ്യവസ്ഥയും അറിയാനുള്ള വഴി ഭഗവാനായിട്ട് ഒരുക്കി എല്ലാവർക്കും തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ സത്സംഗം ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ജന്മാഷ്ടമി വരെയാണ്. ജന്മാഷ്ടമിക്ക് വേണ്ടിയിട്ട് പ്രത്യേക വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. ആ ജന്മാഷ്ടമിക്ക് എല്ലാവരും നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാൾ, നമ്മുടെ ലോകം മൊത്തത്തിലെ ഉത്സവമാണത്. നമുക്ക് സ്ഥലം കാലം ദേശം ഭേദമൊന്നും നമുക്ക് ഭഗവാന്റെ കാര്യം പറയുമ്പോൾ ഇല്ല. അവരവരുടേതായ ജ്ഞാനത്തിനനുസരിച്ച് അവരവരുടേതായ ഭക്തിക്കനുസരിച്ച് അവർ വളർന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ അവർ ഒരു മനുഷ്യൻ എന്തെങ്കിലും തുടങ്ങുമ്പോൾ ഭക്തി കൊണ്ട് മാത്രമാണ് അവർ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നത്. ആ ശ്രമത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ ശ്രമിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ആ രീതിക്ക് നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുക. എപ്പോഴും നമ്മൾ ഭഗവാന്റെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഉള്ളത്തിൽ, നമ്മുടെ ചിത്തത്തിൽ ആ ഭഗവത് നാമവും ഭഗവത് സങ്കീർത്തനങ്ങളും ആ ഭഗവത് രൂപവും ഒക്കെ പതിയാൻ വേണ്ടി മാത്രമുള്ള ഒരു സാധനയാണ് നമ്മുടെ ഈ സത്സംഗം. അവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾക്ക് എത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുമോ, അത് എത്ര നമുക്ക് മനസ്സിലായി അത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, നമ്മുടെ ജീവിത ശാന്തിക്കും സമാധാനത്തിനൊക്കെ എല്ലാം ഒരു ഐശ്വര്യത്തിനൊക്കെ ഇതൊരു ഗുണം ഉണ്ടാവാനാണ് നമ്മളിതൊക്കെ ചെയ്തു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ജന്മാഷ്ടമി നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ആഘോഷിക്കാനും അതിന് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടാനും ജപിക്കാനും എന്തെങ്കിലും ഒരു സഹായം നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാനും സാധിക്കാൻ ദൈവം ഉണ്ണിക്കണ്ണൻ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാനിതോടൊപ്പം. അടുത്ത ആഴ്ച അടുത്ത ശ്ലോകവുമായി ഞാൻ വരുന്നതാണ്. നന്ദി, നമസ്കാരം. ഹരേ ഗുരുവായൂരപ്പ, ഉണ്ണിക്കണ്ണ, അങ്ങയുടെ പാതാരവിധത്തിൽ എൻ്റെ ഈ അറിവ് സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ.
നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ഇരുഭോഷനെന്നു ചിലർ ഭാഷിക്കിലും ചിലർ കളിപ്പാവിയെന്നു പറയുന്നാകിലും മനസ്സിൽ ആവോ നമുക്ക് തിരിയായെന്നുറച്ചു തിരു നാമങ്ങൾ ചൊൽക ഹരി നാരായണായ നമഃ. നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ.